പിണറായി കുനിച്ചു നിർത്തി വെടിവെക്കും. AK-47 കാണും കയ്യിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതുപോലെ നശിപ്പിച്ച കേരളം. ഒരു മെമ്പറായിട്ടുള്ള ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ അനുഭവങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടാവുന്ന പേടിയുണ്ടോ? ഓരോ പ്രശ്നമില്ല, ജനിച്ചാൽ മരിക്കും, അത് കറക്റ്റാണ്. ആർക്ക് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. മരത്തിനുണ്ട്, മുളക് പൊടിക്കുണ്ട്, മല്ലിപ്പൊടിക്കുണ്ട്. ജീവനുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുന്നുണ്ടെങ്കിൽ പോക്ക. അതെങ്ങനെയായാലും ഇനി ഒരു മൂന്നാം വട്ടത്തിന് സാധ്യതയുണ്ടോ? 110% ചാൻസ് ഇല്ല. പിണറായിനെ രക്ഷിച്ചെടുക്കാനാണ് ED മാറ്റി നിർത്തി പുതിയ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കുന്നത്. ഇപ്പൊ നമ്മൾ അനുഭവിച്ചിട്ടിരിക്കുകയല്ലേ, ഇതിൽ കൂടെ എന്താ പറയാനാ? യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് വേണം, പിന്നെ സ്ത്രീകൾ ഇച്ചിരി കൂടെ മുന്നോട്ട് വരികയും വേണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലേറി ഇപ്പോൾ ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു പ്രാവശ്യവും കൂടി ഭരണം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും കിട്ടത്തില്ല. എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ നശിപ്പിച്ച് നാരായണക്കല്ല് വെച്ചില്ലയോ. പിന്നെ BJP ഒരു 2-3 സീറ്റ് പിടിക്കും, ബാക്കി കോൺഗ്രസും പിടിക്കും. ഇനിയും പിണറായി കയറത്തില്ല. ഇത്തവണ BJP സീറ്റ് പിടിക്കുമോ? ഞാൻ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ളവനാണ്. കാണിക്കാം അതുപോലെ നശിപ്പിച്ച ജനങ്ങളെ കണ്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതുപോലെ നശിപ്പിച്ച കേരളം. ആദ്യം നല്ല ഭരണമായിരുന്നു 5 വർഷം, അത് അംഗീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പം വന്ന അതിൻ്റെ 3 ഇരട്ടി ഈ 5 വർഷം കൊണ്ട് നശിപ്പിച്ചു. പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ചേട്ടൻ തന്നെ ഇങ്ങനെ എന്താ പറയുന്ന കേരളം അതുപോലെ ആക്കിയതുകൊണ്ട്. പാവം പിടിച്ചവൻ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര പേരുണ്ട്. ഇപ്പോൾ എത്ര അവസ്ഥയായി. പിന്നെ പിണറായിക്ക് ഇപ്പം വേണ്ട കാരവാൻ യാത്ര ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ എല്ലാം. പിന്നെ മോളെ വീണ എല്ലാം അഴിമതിയുടെ കേസ് കെട്ടുകളെല്ലാം ഉള്ളു. ഇപ്പോൾ ഡൽഹിയിൽ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇലക്ഷൻ അടുക്കുമ്പോൾ. 2020 മുതൽ പിണറായി വിജയന്റെ എതിരെ ഇത്രയും കേസുകളുണ്ട്. ഇതുവരെ ED ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ല. അതുപോലെ പിന്നെ ഇവിടെ പിന്നെ മറ്റേ സ്വപ്ന സുരേഷിൻ്റെ കുംഭകോണം അതൊക്കെ എവിടെ പോയി? ഇതിനെക്കുറിച്ച് വല്ലതും ചോദ്യമാണ്. പിണറായി കുനിച്ചു നിർത്തി വെടിവെക്കും. AK-47 കാണും കയ്യിൽ. ഇതിപ്പം പറയാനൊക്കത്തില്ല, ഇപ്പം അങ്ങ് ചെല്ലുമോന്ന് അറിയത്തില്ല. ഇതിപ്പം ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുക. അതാ പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ നമ്മളവിടെ ചെല്ലുമോന്ന് അറിയത്തില്ല. അല്ല ചേട്ടാ, ഇപ്പോൾ ഒരു മെമ്പറായിട്ടുള്ള ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ അനുഭവങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ടാവുന്ന പേടിയുണ്ടോ? ഓരോ പ്രശ്നമില്ല, ജനിച്ചാൽ മരിക്കും, അത് കറക്റ്റാണ്. ആർക്ക് എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. മരത്തിനുണ്ട്, മുളക് പൊടിക്കുണ്ട്, മല്ലിപ്പൊടിക്കുണ്ട്. ജീവനുള്ളതിനും ഇല്ലാത്തതിനും എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അത് കഴിയുന്നുണ്ടെങ്കിൽ പോക്ക. അതെങ്ങനെയായാലും ഇതാന്ന് നോക്കണേ വണ്ടി. അതിനെക്കുറിച്ച് നമുക്ക് ചേട്ടൻ നാടേതാ? എൻ്റെ പത്തനംതിട്ട. പത്തനംതിട്ടയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ സാഹചര്യം? പത്തനംതിട്ട തോമസ് ഐസക്ക് കയറുമെന്നൊക്കെ പറയുന്നു. പക്ഷെങ്കിൽ കയറാൻ സാധ്യത കുറവാണ്. ആൻ്റോ ആൻ്റണി കയറുമെന്നാണ് ഇത് അങ്ങനൊക്കെ. പക്ഷേ BJP പിടിക്കാല്ല, ഈ കേരളം BJP ഭരിക്കണം. അതാണ് ചേട്ടൻ്റെ ആഗ്രഹം. ഈ ഇടത്തും വലത്തും ഭരിച്ച് അത് കറക്റ്റ്, എക്സാക്ട്ലി കറക്റ്റാണ്. BJP കയറണം, അതിന് യാതൊരു സംശയവുമില്ല. കയറിയാൽ ഒരുപാട് ഇതാവും. ഇത്തവണത്തെ ഇലക്ഷന് താമര വിരിയുമെന്ന് തോന്നുന്നുണ്ടോ? താമര എവിടെയെങ്കിലുമൊക്കെ വിരിയും, അതിന് യാതൊരു സംശയവുമില്ല, കൺഫേമാണ്. എവിടെയാണ് ചേട്ടൻ്റെ ഒരു ഊഹം വിരിയാൻ സാധ്യത? ഒന്ന് പിന്നെ സുരേഷ് ഗോപി നിൽക്കുന്നത് തൃശ്ശൂർ. പിന്നെ ഒന്ന് ആയിക്കോട്ടെ, ആയിക്കോട്ടെന്ന്. അതിനെന്തോ, നമ്മളിപ്പോൾ ഒരു ഹോപ്പങ്ങ് പറയുന്നു. ഇപ്പം നമ്മളാരും പ്രവചിച്ച് പറയാൻ പറ്റുകയില്ല. പക്ഷേ കേരളം ഒരു 3 സീറ്റെങ്കിലും കേരളത്തിൽ പിടിക്കുമെന്നാണ് BJP. നമ്മളെ BJP മൊത്തം ഭരിക്കണമെന്ന്. ഇത് ഇടത്തും ഭരിച്ച് വലത്തും ഭരിച്ച് എന്തുവാ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ച് മാറുന്നതല്ലാതെ യാതൊരു ഉയർച്ചയും. ഇപ്പം എന്തോ ഈ 5 വർഷം കൊണ്ട് എന്തൊക്കെ അഴിമതികളാണ് കാണിച്ചതെന്നറിയാം. ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് മെമ്പർഷിപ്പ് പോകുമെന്ന് പേടിയുണ്ടോ? അപ്പോൾ മെമ്പർഷിപ്പ് പോയാൽ BJPയുടെ മെമ്പർഷിപ്പ് ഇപ്പം ഇന്ന് എടുക്കും പോയി. BJPയിലൂടെ കയറില്ലയോ. പിന്നെ ഇപ്പം ഇടിച്ചു കയറാൻ നോക്കിയിരിക്കുക. ചേച്ചി, കേരളത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും LDF ഭരണത്തിലെത്തി ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു വട്ടം കൂടി സാധ്യതയുണ്ടോ? ഒരു മാറ്റം ആവശ്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ കുറച്ച് നല്ലത് ചെയ്തു, അത് പിന്നെ അതിനെ തുടർന്ന് ഇങ്ങനെ അങ്ങോട്ട് ആൾക്കാർ അതിനെ അനുകൂലിച്ചുകൊണ്ട്. പക്ഷേ അതിനിടയിൽ ഒത്തിരി വേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിനെ മാത്രം അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട്
തുടർ പ്രവർത്തനം ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട, ഇടയ്ക്കൊരു സ്റ്റോപ്പ് കൊടുത്തിട്ട് എല്ലാവർക്കും ഒരു ചാൻസ് കൊടുക്കുക. ഇനിയൊരു മാറ്റം വേണം, മാറ്റം എപ്പോഴും ആവശ്യമാണ്, എന്നാലേ ശരിയാവുള്ളൂ. ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഏതൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വന്നത് ഈ ഭരണം കാരണം? വീട്ടമ്മ എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിക്കുന്ന ഒരേ കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു പറയും, മോഷണം, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകല്ലേ, അതുപോലെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ. അതിന് നമ്മളും ഞാനാണെങ്കിൽ ഒരു മുത്തശ്ശിയാണ്, അപ്പോൾ എനിക്കും അതിൽ ആകേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ അതുപോലെ സൂക്ഷിച്ചിട്ടും എനിക്കൊരു തൃപ്തി വരുന്നില്ല, എത്ര ആക്കിയിട്ടും തൃപ്തി വരുന്നില്ല. അപ്പോൾ അത് നല്ല രീതിയിൽ ആണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. പണ്ടത്തെ മുത്തശ്ശിമാർ കൊച്ചുമക്കളെയൊക്കെ നോക്കുന്ന പോലെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അതല്ല, നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എതിർക്കണം, അല്ലെങ്കിൽ ചെറുക്കണം. ഇപ്പം തന്നെ ഇന്നലെ ഒരു ടി.ടിയുടെ മരണം ഉണ്ടായി. അത് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് എന്നുവെച്ചാൽ അത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അതിഥി തൊഴിലാളികളാണെന്നാണ് പറയുന്നത്. അതിഥി തൊഴിലാളികളാണെങ്കിൽ എന്താ, മനുഷ്യൻ്റെ ജീവൻ അതിഥി തൊഴിലാളികളുടെയും നമ്മുടെയും ഒക്കെ ഒന്ന് തന്നെയാണ്, ഒരേ ജീവനാണ്. അപ്പോൾ ഇത് മുഖ്യമന്ത്രി കാരണം തന്നെ ഈ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇതിപ്പോൾ എത്ര പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ട്രെയിനുമായിട്ടും അതിഥി തൊഴിലാളികളായിട്ടും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. എത്ര ജീവനാണ് പോയിരിക്കുന്നത്. അതൊന്നും ഇങ്ങനെയൊന്നും പരിഹരിച്ചാൽ പോരാ, അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ ചെറുക്കണം, അതിനെ നമ്മൾ ഇല്ലാതാക്കണം. അതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല. എല്ലാവരുടെയും ജീവൻ ഒരുപോലെയാണ്. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഈ പിണറായി ഇങ്ങനെ തുടർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനിയും കേരളത്തിൽ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ഇതിപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആകസ്മികമായിട്ട് ഉണ്ടാകുന്നതാണ്. അതിപ്പോൾ ആര് ഭരിച്ചാലും ഉണ്ടാവാം, ആര് ഭരിച്ചാലും ഉണ്ടാവാം. ഇപ്പോൾ പിണറായി ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ആര് ഭരിച്ചാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എറണാകുളത്ത് ഹൈബീഡൻ എത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന തോന്നുന്നത്? ആർക്കാണ് സാധ്യത ഇവിടെ? എറണാകുളത്ത് ഹൈബീഡൻ തന്നെ ചാൻസ്. അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് അദ്ദേഹം തന്നെ തിരുത്തി കുറിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും തോന്നുന്നുണ്ട് ഇപ്രാവശ്യം? അല്പം പുറകിലേക്ക് പോകും. എന്തുകൊണ്ടായിരിക്കും അത്? കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലത്തിൽ സജീവമല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ അത് മറ്റൊരാൾക്ക് മുൻതൂക്കാവും തോന്നുന്നുണ്ടോ? മറ്റൊരാൾക്ക് മുൻതൂക്കമാവുമെങ്കിലും ഈ BJP വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും BJPക്ക് അല്പം വോട്ട് കൂട്ടി മറ്റൊരാൾക്ക് മുൻതൂക്കം വരാത്ത രീതിയിൽ പോകാൻ ചാൻസ് ഉള്ളൂ. ജയം എന്തായാലും ഹാപ്പിയാണ്. സംശയമില്ല. മറ്റൊരു ചോദ്യം, പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ 2ാം വട്ടം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ. ഇനി ഒരു 3ാം വട്ടത്തിന് സാധ്യതയുണ്ടോ? 100% ചാൻസ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനൊരു? പൊതുവേ ജനങ്ങളിൽ ഈ അഴിമതിയോട് വിമുക്തി കാണിക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഇപ്പോൾ എല്ലാ രീതിയിലും ഒരു അഴിമതി ഭരണം, അതുപോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന കോടതി വിധി, ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. എല്ലാം വെച്ച് നോക്കുമ്പോൾ ചാൻസ് 110% ഇല്ലയെന്ന് പറയാൻ കാരണം അതാണ്. ഇത് ഏത് പാർട്ടിക്കായിരിക്കും കൂടുതൽ ഇത് ഗുണം ചെയ്യുക ഇങ്ങനൊരു സാഹചര്യം? ഇങ്ങനത്തെ ഒരു സാഹചര്യം ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിൽ UDF ഉറപ്പായിട്ട് വരും. ഉറപ്പായിട്ട് 20 സീറ്റിൽ എൻ്റെ കണക്കൂട്ടലനുസരിച്ചാണ് 20-20 കിട്ടും. 20 എവിടെയെങ്കിലും താമര വിരിയും തോന്നുന്നുണ്ടോ? താമര ഒരു ചാൻസ് ഇല്ല. 3ാം സ്ഥാനത്തേക്ക് പോകാൻ ചാൻസ്, 2ൽ നിന്ന് 3ലേക്ക് പോകും. ഒരു സീറ്റ് പോലും കിട്ടാൻ ചാൻസ് ഇല്ലാതെ മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും എല്ലായിടത്തും. അതിൽ 2020 മത്സരിക്കുന്ന നമ്മുടെ ചാലക്കുടി മണ്ഡലത്തിൽ താമര 4ാം സ്ഥാനത്താണ്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇനി LDFന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു നേതാവ് ആരായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? അത് ശൈലജയ്ക്കാണ് ചാൻസ് കൂടുതൽ. പക്ഷേ ലോക്സഭയിൽ മത്സരിക്കുന്നതുകൊണ്ട് അല്ല, ആ സമയമാകുമ്പോഴത്തേക്കും എന്തെങ്കിലും നീക്കുവൊക്കെ വരുമല്ലോ. സാധാരണ രീതിയിൽ നമ്മളങ്ങനെയുള്ള രാഷ്ട്രീയത്തിൽ കാണാറ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ശൈലജയ്ക്ക് ചാൻസ് കൂടുതൽ. അപ്പോൾ ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തി അങ്ങനെ ഇലക്ഷൻ വന്നുകൊണ്ട് വടകര കിട്ടിയേനെ. അവിടുത്തെ സ്ഥാനാർത്ഥി ഷാഫി കയറി വന്നില്ല, ആ ചാൻസിൽ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ശൈലജ കയറിപ്പോയി. മറ്റുള്ളവർ 60,000 വോട്ടിലല്ല വിജയിച്ചത്.
അങ്ങനെയുള്ള ആൾ ഒരു കാരണവശാലും താഴെ പോകില്ലല്ലോ. പക്ഷേ ഈ പിണറായി വിജയൻ അറസ്റ്റിലാവുമെന്ന് തോന്നുന്നു. പിണറായി 100% അറസ്റ്റിലാവില്ല. പിണറായിനെ അതെന്താണ് അങ്ങനെ ഒരു അഭിപ്രായം? അത് വെച്ച് കഴിഞ്ഞാൽ പിണറായിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ആ അന്വേഷണം ഏർപ്പെടുത്താൻ കാരണം ഒന്നല്ലെങ്കിൽ EDയോ CBIയോ മാത്രമാണ് അന്വേഷണത്തിൽ കൂടെ കുറ്റപത്രം ചാൻസ് ഉള്ളൂ. ഇവിടെ പിണറായിനെ രക്ഷിച്ചെടുക്കാനാണ് EDയെ മാറ്റി നിർത്തി CBIനെ മാറ്റി നിർത്തിയിട്ട് പുതിയ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത്. അയാൾക്കൊരു ക്ലീൻ ചിറ്റ് അല്ല, അയാൾ ഈ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യാത്ത ഒരു നിലപാടിലേക്ക് പോകണം. നമ്മുടെ ജുഡീഷ്യൽ അന്വേഷണം പോലെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഇത് വരുള്ളൂ. ആ കമ്മീഷൻ്റെ അലമാരയിൽ ഇരിക്കുള്ളൂ സംഭവം. അലമാരയിലിരിക്കുന്ന റിപ്പോർട്ട് മിനിസ്ട്രിക്കാണ് റെഫർ ചെയ്യുന്നത്. മിനിസ്ട്രി വേണം അത് വീണ്ടും കേസ് ചാർജാക്കാൻ. അങ്ങനെ കേസ് ചാർജാക്കാൻ ഒരു ചാൻസ് ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരുത്തുക. അത് അലമാരിയിലിരിക്കും. മോദിയും പിണറായി വിജയനും ഭായി ആണെന്നാണ് പറയുന്നത്. അതെ, അപ്പൊ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് സത്യമാണെന്ന് തോന്നുന്നു. 100% സത്യം. കാരണം ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ശരിക്കും പറയാൻ മോദി ഭരണമാണ്. യാതൊരു സംശയം വേണ്ട. കാരണം BJP അല്ലാത്ത ഒരു സംസ്ഥാനം ഭരിക്കുന്നത് കേരളത്തിലാണ് ശരിയായ BJPയുടെ ഭരണം നടത്തുന്നത്. മറ്റ് തമിഴ്നാട്ടിൽ പോയി നമ്മുടെ പൗരത്വത്തിൽ അവിടെ കേസെല്ലാം വിത്ഡ്രോ ചെയ്തു. എന്തുകൊണ്ട് കേരളത്തിൽ വിത്ഡ്രോ ചെയ്യുന്നില്ല? അതുപോലെ ഈ അടുത്ത കാലത്തുണ്ടായ എത്രയോ കേസുകൾ മോദിക്ക് അനുകൂലമായിട്ട് ആണ് പിണറായി വിജയൻ്റെ സ്റ്റാൻഡ്. ഒരു ഇടത്ത് പോലും പിണറായിക്ക് മോഡിയായിട്ടുള്ള അലയൻസ് വെളിവാകാത്ത ഒരു സാധാരണക്കാരന് വാർത്തയിൽ നിന്ന് നമ്മളെ ഇടയിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നടക്കുന്നത് ശരിക്കും മോദി ഭരണമാണ്. അത്രമാത്രം ജനങ്ങളിലേക്ക് മോദി ഭരണം അടിച്ചേൽപ്പിക്കുന്നതാണ് ഇന്ന് പിണറായി സർക്കാരിൻ്റെ ഭരണം. അതുകൊണ്ട് ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും പിണറായിക്ക് ചാൻസ് ഇല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ പെൻഷൻ അടക്കം മുടങ്ങുന്നതിൻ്റെ കാരണം കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിഹിതം കിട്ടാത്തതുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. പിണറായി സർക്കാർ ആയിട്ട് ഒരു ഞെരുക്കം അവർക്ക് ആവശ്യമാണ്. അവിടെ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഇവർക്ക് പറയേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ആ രണ്ടുപേരും തമ്മിൽ പരസ്പരം കടിപിടിച്ച് നിന്നാലാണ് രണ്ടുപേർക്കും സ്റ്റാൻഡിങ് ഉള്ളൂ. ഇവിടെ ഇടതുപക്ഷത്തിന് സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മോദിയായിട്ട് കടിപിടിച്ച് നിൽക്കും. അതേപോലെ തന്നെ മോദിക്കും ഇവിടുത്തെ പിണറായിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയാലാണ് പിണറായിക്കും അതിൽ നിന്ന് ഒരു എഡ്ജ് കിട്ടുള്ളൂ. പരസ്പരം രണ്ടുപേർക്ക് എഡ്ജ് കിട്ടാൻ അവർ രണ്ടുപേരും ഇന്നത്തെ സ്റ്റാൻഡിങ്ങാണ് അവർക്ക് ഉപയോഗിക്കുന്നത്. ഈ CPM എപ്പോഴും കാല് മാറുകയാണ്. മാഹിയിൽ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിനൊപ്പം, കർണാടകയിൽ പോയി കഴിഞ്ഞാൽ BJPക്കൊപ്പമാണ് നിൽക്കുന്നത്. അപ്പം അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു കാലുമാറ്റം അല്ല, അത് രണ്ട് പാർട്ടിയുടെ നിലനിൽപ്പിന് അവർക്ക് രണ്ടുപേർക്കും അത് ആവശ്യമാണ്. കാരണം ഇവിടെ CPMനെ നിലനിൽക്കണമെങ്കിൽ BJP ആയിട്ട് എതിർത്ത് നിൽക്കണം. അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരു അലയൻസ് ഉണ്ടെങ്കിലും അവിടുത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അവർക്കത് ആ സപ്പോർട്ടിങ്ങിൽ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ തന്നെ പോകുന്നു. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ രണ്ടാം വട്ടം ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇനി മൂന്നാമതൊരു സാധ്യത പിന്നെ ഇതിനെ ഞാൻ പറയാനില്ല, അഭിപ്രായം പറയാനില്ല, പറഞ്ഞ് ശരിയാവില്ല, പറയാനുള്ള താല്പര്യം. നോ കമന്റ്സ്. ഇപ്പൊ നമ്മൾ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ, ഇതിൽ കൂടെ എന്ത് പറയാനാ? എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ എന്തിനാ മൂന്നാം വട്ടം നാലാം വട്ടം ചോദിക്കണം? അത് ഇല്ല, അതും പറയാവുന്നില്ല. നമ്മളത് പൊളിറ്റിക്സ് ആയി മാറി സംസാരിക്കല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ രണ്ടാം വട്ടം ഭരണത്തിലേറി ഇപ്പോൾ ഭരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു വട്ടവും കൂടി ഭരണത്തിൽ അവർ കയറും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. എന്താണ് കാരണം? കാരണം എന്തെന്ന് വെച്ചാൽ വികസനം ഉണ്ടെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെൻഷൻ കുടിശ്ശിക, അത് വലിയൊരു വിഷയമായിട്ട് ജനങ്ങളിലേക്ക് എത്തിയില്ല. പാവപ്പെട്ട ജനങ്ങൾക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അതുപോലെ തന്നെ വിലക്കയറ്റം. പിന്നെ ആരോഗ്യരംഗം കഴിഞ്ഞ വട്ടം KK ശൈലജയായിരുന്നപ്പോൾ ഇച്ചിരിയും കൂടെ മികച്ചതായിരുന്നു. ഇപ്പോൾ അത്ര ഇതില്ല. ആകെ ഒരു വികസനം എന്ന് പറയുമ്പോൾ നമ്മുടെ റോഡ്, ബ്രിഡ്ജ് അങ്ങനെയുള്ളതിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. പാവപ്പെട്ട ജനങ്ങളിലേക്ക് ചെല്ലുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഇനിയൊരു സാധ്യത അവർക്കില്ല. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷനോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഒട്ടും സാധ്യതയില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? ഒട്ടും. ഇനിയും ഇപ്പോഴത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വ്യക്തികളുടെ മുഖം നോക്കിയാണ്. എന്ന് പറഞ്ഞാൽ വികസനവും വേണം, എന്നാൽ ആൾക്കാർ നല്ലതായിരിക്കണം, അങ്ങനെയും കൂടെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അവർക്ക് വലിയൊരു സാധ്യതയില്ല. മിക്കവാറും തൂക്ക് സഭ അങ്ങനെ വരുന്ന രീതിയിലേക്ക്
അടുത്ത പ്രാവശ്യം മാറത്തുള്ളൂ. അപ്പോൾ വ്യക്തിയുടെ മുഖം നോക്കിയാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇനി ഒരു മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ആരായിരിക്കും? ഇപ്പം കെ ശൈലജ ടീച്ചറാണെങ്കിൽ ലോകസഭയിലേക്ക് മത്സരിക്കുക. പക്ഷേ ആ ഒരു വ്യക്തിയെ കാണിച്ചുകൊണ്ട് മത്സരിച്ചായിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അവർക്ക് ഭരണം കിട്ടിയേക്കാം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് മത്സരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരു ഭരണം കിട്ടിയേക്കാം. ശൈലജ ടീച്ചർ കാരണം സ്ത്രീകൾ മുന്നിലേക്ക് ഇറങ്ങി വരികയും വേണം. പക്ഷെ അവർ ഒരു ഭരണം കാഴ്ചവെച്ചാൽ അത് മികച്ചതായിരിക്കും. അപ്പോൾ മിക്കവാറും അവർക്ക് സാധ്യത ഇല്ല അടുത്ത പ്രാവശ്യം. ഇനിയപ്പോൾ LDFന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റിയൊരു നേതാവ് ആരാണ്? അപ്പം ആദ്യം ഞാൻ പറയുന്നത് കെ ശൈലജയാണ് ഏറ്റവും മികച്ചത്. പിന്നെ അവരിൽ വെച്ച് നോക്കുവാണെങ്കിൽ വേറൊരു മുഖമില്ല. പിണറായി വിജയൻ സർക്കാർ ഇല്ല. പിണറായി വിജയൻ ഒരിക്കലും മുന്നോട്ട് വരുന്ന കാരണം മാധ്യമങ്ങളോട് എങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് കാണാം. കാരണം പുള്ളിക്കാരൻ വന്നിരിക്കുക, പുള്ളിക്കാരൻ്റെ മറുപടി പറയും, അല്ലാതെ മാധ്യമങ്ങൾ ചോദിക്കുന്നതിൻ്റെ മറുപടിയോ ഒന്നും പറയുന്നില്ല. ഏതോ ഒരു സമയത്തെങ്ങാണ്ടെങ്കിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഒരിക്കലും അതൊരു നല്ലൊരു മുഖച്ഛായ അല്ല. പിന്നെ പ്രളയത്തിൻ്റെ സമയം അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയം മാത്രം വന്നപ്പോഴാണ് അവരൊരു നല്ലൊരു ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചത്. അല്ലാത്ത സമയം വെച്ച് നോക്കുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല. പൊളിറ്റിക്സിലേക്ക് യൂത്തിന്റെ ഇൻവോൾവ്മെന്റ് കൂടണം എന്ന് തോന്നുന്നുണ്ട്. ഉണ്ട്. അതായത് ഇപ്പം തന്നെ നമുക്ക് നോക്കാം, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ ചില ഷാഫി പറമ്പിലുണ്ട്, അതുപോലെ നമ്മുടെ മുഹമ്മദ് റിയാസ് വലിയൊരു കുഴപ്പമില്ലാത്ത മന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകനാണെങ്കിൽ പോലും അങ്ങനെ ഈ ടൂറിസം വികസനം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലുള്ള യൂത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം. പിന്നെ സ്ത്രീകൾ ഇച്ചിരി കൂടി മുന്നോട്ട് വരികയും വേണം. സ്ത്രീകൾ മുന്നോട്ട് ആണ്. അപ്പോൾ കെ ശൈലജ ടീച്ചർ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെങ്കിൽ കുറച്ചും കൂടി LDFന് ഗുണം ചെയ്യാൻ അതെല്ലാവരും പറയും. ഇപ്പം നമുക്ക് ഈ വടകര ടീച്ചർ മത്സരിക്കുന്നു, ടീച്ചറിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നമുക്ക് അത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായിരിക്കും. ഓക്കെ. അപ്പോൾ ബ്രോയുടെ നാട് എവിടെയാണ്? എൻ്റെ നാട് പത്തനംതിട്ട. പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ്? അവിടെ ഇപ്പം NDA സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയാണ്. അതുപോലെ തന്നെ അതായത് ഈ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം രൂപീകരിച്ചപ്പോൾ തൊട്ട് അവിടുത്തെ ആൻ്റോ ആൻ്റണിയാണ് അവിടുത്തെ MP. ഒരിക്കലും ആ ഒരു MP എന്ന് പറഞ്ഞത് അവർ കുറേ ബസ് സ്റ്റാൻഡ് മാത്രം കൊണ്ടുവരും, അല്ലാതെ ഒരു വികസനവും അവിടോട്ട് വന്നിട്ടില്ല. ഒരു മലയോര നാടുകൂടിയാണ് പത്തനംതിട്ടയ്ക്ക്, ഒരു വികസനവും അവിടെ വന്നിട്ടില്ല. അപ്പോൾ ആ MPക്ക് ഒട്ടും സാധ്യതയില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിൽക്കുന്നത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക് അവിടെ ഒരു ഈ എല്ലാ നമ്മുടെ MLA മാരും അവിടെ LDF ആണ്. അപ്പോൾ തോമസ് ഐസക്കിന് അതിൻ്റെതായിട്ടൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. അതിലപ്പോഴും എന്നൊരു ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. കാരണം ശബരിമല ഫാക്ടർ ഇപ്പോഴും അത് നിലനിൽക്കുന്നു തന്നെയുണ്ട്, എല്ലാവരുടെ ഉള്ളിൽ അത് നിലനിൽക്കുന്നു തന്നെയുണ്ട്. എറണാകുളത്തെ സാഹചര്യം നോക്കാറുണ്ടോ? എറണാകുളത്തെ ഇവിടെ പക്ഷേ ഹൈബീഡിന് വലിയൊരു പോരായ്മ തോന്നുന്നില്ല. ഹൈബീഡിന് ഒരു ചെറുപ്പക്കാരനോടാണ് എല്ലാവരും അംഗീകരിച്ച് തന്നെയാണ് പറയുന്നത്. എനിക്കൊന്ന് LDFൻ്റെ സ്ഥാനാർത്ഥി ഏതോ സ്ത്രീ വ്യക്തിത്വമാണത്. അപ്പോൾ ഹൈബീഡൻ തന്നെയാണ്. ഞാൻ ന്യൂസ് ചാനലുകളെല്ലാം കാണാറുള്ള ഹൈബീഡന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. അപ്പോൾ ഹാട്രിക് അടിക്കില്ല എന്നാണ് പറയുന്നത് പിണറായി വിജയൻ സർക്കാർ? ഇല്ല. അപ്പോൾ ആർക്കായിരിക്കും സാധ്യത? കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ കോൺഗ്രസ് LDF അങ്ങനെ മാറിയല്ലേ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മാത്രമേ ഉള്ളൂ LDFന് 2ാം വട്ടവും കിട്ടിയത്. ഈ പ്രാവശ്യം അങ്ങനെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു തൂക്ക് സഭയിലേക്ക് ആരുടെയെങ്കിലും ഒരു 3ാം കക്ഷിയുടെ ഒരു പിന്തുണ വന്ന ഒരു ഭരണത്തിലേക്ക് പോകാനുള്ള സാധ്യത. ഒരിടത്തെങ്കിലും താമര വിരിയാൻ സാധ്യതയുണ്ടോ? താമര ഇപ്പം നമ്മുടെ തിരുവനന്തപുരം തൃശ്ശൂരും നോക്കുന്നു. പക്ഷെ തൃശ്ശൂരിനെക്കാട്ടി ഞാൻ സാധ്യത പറയുന്നത് തിരുവനന്തപുരത്തിന് തന്നെയാണ്. കാരണം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പുള്ളിക്കാരൻ പുതിയൊരാളാണെങ്കിൽ പോലും അവിടെ പുള്ളിക്കാരൻ ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ബ്രോ.